ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. സ്നേഹമുള്ള വൈദികര്, സമർപ്പിതര്, ഫോർമേഷനിലുള്ളവര്, കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, ഹല്ലേലൂയ. സുഖമാണോ? ആ സുഖമാണോ എന്നുള്ള ചോദ്യം കുഞ്ഞുങ്ങളെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. നിങ്ങളോട് സുഖമാണോ? എല്ലാവരും ഓരോ അല്ലേ. എന്തായാലും കർത്താവിന്റെ വലിയ കരുണ. അടുത്ത വീഡിയോ ദൈവം സഹായിച്ചാൽ അട്ടപ്പാടിയിൽ നിന്ന് തന്നെ എടുത്തേക്കാം കേട്ടോ, നമ്മുടെ സ്വന്തം നാട്ടിൽ നിന്ന്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഖമായിരിക്കുന്നു. നമുക്കിന്ന് പ്രത്യേകിച്ച് ഒന്ന് പ്രാർത്ഥിക്കുന്നത്, അഡ്നോയിഡ് എന്ന് പറഞ്ഞ രോഗം മൂലം ക്ലേശിക്കുന്ന ചിലപ്പോൾ കുഞ്ഞുങ്ങൾ പലതരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞത് പലതരത്തിൽ. അപ്പം അങ്ങനെയുള്ള ഒരുപാട് പേര് പ്രാർത്ഥനയൊക്കെ ചോദിച്ചിട്ടുണ്ട്. ചിലർക്ക് നേരിട്ട് പ്രാർത്ഥിക്കാമെന്ന് ഓർക്കാണ്. അങ്ങനെയുള്ളവരെ ക്ലേശമൊക്കെ വിട്ടു വന്നാൽ നമുക്കൊരു മധ്യസ്ഥ പ്രാർത്ഥന നടത്തി ഇന്നൊരു ആശീർവാദം അല്ലേ പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് വരണമേ. ആമേ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് അന്വേഷിച്ച് വരുമ്പോൾ ആളില്ലാതെ പോകരുത് എന്നുള്ള അർത്ഥത്തിലാണ്. വരുമ്പോൾ ആളില്ലാതെ പോകരുത്. പിന്നെ യോഹന്നാന്റെ സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ 24-ാമത്തെ തിരുവചനമാണ്. ഗോസ്പൽ സെന്റ് ജോൺ ചാപ്റ്റർ 6:24. യേശുവോ ശിഷ്യന്മാരോ അവിടെ ഇല്ലെന്ന് കണ്ടപ്പോൾ ജനക്കൂട്ടം വള്ളങ്ങളിൽ കയറി യേശുവിനെ തിരക്കി കഫർനാമിലെത്തി. അതായത് ഈശോ അപ്പം വർദ്ധിപ്പിച്ചു. അപ്പം ആ അപ്പം വർദ്ധിപ്പിച്ച സ്ഥലത്തേക്ക് പിറ്റേ ദിവസത്തേക്ക് ജനം അവിടെ എത്തുകയാണ്. അവ നോക്കുമ്പോൾ ശിഷ്യന്മാരൊന്നും അവിടെ ഇല്ല. അവർ ചെയ്യുന്ന കാര്യം വള്ളങ്ങൾ കയറിയിട്ട് യേശുവിനെ തിരക്കി അങ്ങോട്ട് പോവുകയാണ്. എന്നിട്ട് യേശു കഫർനാമിലുണ്ടെന്ന് കേട്ട് അങ്ങോട്ട് പോകുന്നു. എവിടെയുണ്ടോ അങ്ങോട്ട് പോവുകയാണ്. അപ്പം നമ്മൾ തന്നെ ചിന്തിച്ച് നോക്കി, നമ്മൾ എത്ര കഷ്ടപ്പെട്ട് ഇത്രയും ദൂരത്തുനിന്ന് കഷ്ടപ്പെടുകയെന്ന് വെച്ചാൽ ആടില്ല. ആട് കിടന്നിടത്ത് പൂടില്ല എന്നൊക്കെ പറഞ്ഞ പോലെ അല്ലേ. ചിലപ്പോൾ നമ്മൾ കണ്ടില്ല, ഒരുപാട് കഷ്ടപ്പെട്ട് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഇന്നിപ്പോൾ ആളില്ല. ഭയങ്കര സങ്കടം. അത് പല കാര്യത്തിനും ഡോക്ടറെ കാണാൻ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യത്തിനൊക്കെ ഒരു കേസ് കെട്ടിച്ച് ഇത്രയും കുന്നു കയറി വന്നിട്ട് എന്തൊരു കഷ്ടമാണെന്നൊക്കെ നമ്മൾ പറയും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഇനി നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ഇതുപോലെ തന്നെയാണ് ഓരോ മനുഷ്യനും നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഈശോയുടെ സാന്നിധ്യം കാണാത്തത് കൊണ്ട് ഒരുപാട് നിരാശപ്പെട്ടു പോകുന്നവരുണ്ട്. അപ്പം നമ്മൾ നോക്കേണ്ടത് അതാണ്. ഫലം അന്വേഷിച്ച് അത്തിവർഷത്തിൻ്റെ അടുത്ത് ഫലം അന്വേഷിച്ച് വരുവാണല്ലോ. ഫലമൊന്നും കിട്ടാതെ ഇപ്പം നിരാശരായിട്ട് ഈശോ മടങ്ങിയതുപോലെ മടങ്ങുന്ന ഒരു ജനമുണ്ട്. അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരാണ്. അപ്പം നമ്മുടെ അടുത്ത് വരുമ്പോഴത്തേക്കും ഒരു ഈശോ അനുഭവം കൊടുക്കാം. അത് വൈദികനാണെന്ന് പറഞ്ഞപ്പോൾ ഞാനെന്ന് പറയും, വൈദികനാണെങ്കിലും സുസ്ഥനാണെങ്കിലും ശരി, അൽമാനാണെങ്കിലും ശുശ്രൂഷകനാണെങ്കിലും ശരി, ഒരു ക്രിസ്ത്യാനിയാണോ, ക്രിസ്ത്യാനി യേശുവിനെ അറിഞ്ഞ ആളാണോ, അയാളുടെ അടുത്ത് ഒരാൾ വരുമ്പോൾ അയാൾക്ക് കൊടുക്കേണ്ടത് യേശുവിനെയാണ്. നിങ്ങൾ എന്ത് ചോദിക്കുക എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പസ്തോല പ്രവർത്തനങ്ങളെ പത്രോസേ പറയുന്നത് എന്താ? പിന്നെ സ്വർണമോ വെള്ളിയോ എനിക്കില്ല, എൻ്റെ കയ്യിലൊരു സംഗതിയുണ്ട്, അത് ഞാൻ നിനക്ക് തരുന്നു. നസറായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. അതിനല്ലേ. അതുകൊണ്ട് എൻ്റെ സഹോദരൻ, നമ്മുടെ അടുത്ത് വരുന്നവർക്ക് നമുക്ക് യേശുവിനെ കൊടുക്കണം. ജനം വരുന്ന എന്തിനു വേണ്ടി? യേശുവിനെ തിരക്കിയാണ് വരുന്നത്, വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല വരുന്നത്. ഇപ്പം നിങ്ങൾ ഈ 5 മണിക്ക്, അല്ലെങ്കിൽ കേരളത്തിൽ സമയം 5 മണി, അല്ലെങ്കിൽ നിങ്ങൾ പാതിരാത്രിയിലും പല സമയത്ത്, അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ രാവിലെ ഈ ടോക്കൊക്കെ കേൾക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? അപ്പോൾ യേശുവിനെയാണ്. അതിനകത്ത് ഈശോയെ കിട്ടുകയാണ്, അല്ലാതെ വേറെ കാര്യമുള്ള അല്ലേ എന്ന് പറയുന്നത് പോലെയാണ് ഏത് മനുഷ്യനും നമ്മുടെ അടുത്തേക്ക് ദൈവം പറഞ്ഞു വിടുമ്പോൾ യേശുവിനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ പലപ്പോഴും നിസ്സഹായരായിട്ട് മടങ്ങുകയാണ്. നമ്മൾ തന്നെ മടങ്ങി എത്രയോ സന്ദർഭങ്ങൾ ചിന്തിച്ചു നോക്കിയേ അല്ലേ. അതുപോലെ ജനം നമ്മുടെ അടുത്ത് നിന്ന് തിരിച്ചു പോയ സന്ദർഭങ്ങൾ, എന്നിട്ട് വീണ്ടും പിന്നെ ഈശോയുടെ സാന്നിധ്യമുള്ള വേറൊരാളെ കാണാൻ വേണ്ടി പോവാണ്. ഓക്കെ, വേറെ തിയോളജിക്കലാരൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഈശോയുടെ സാന്നിധ്യം ഇല്ല എന്നൊക്കെയുള്ള ചില ക്വസ്റ്റ്യൻസ് അവിടെയുണ്ട്. തൊട്ടുള്ള ഇടവപ്പള്ളി ഈശോയുടെ സജീവ സാന്നിധ്യം, പരിശുദ്ധ കുർബാന ഇല്ലേ, കുർബാന സ്വീകരിച്ച് നമ്മൾ ഈശോ, അതൊന്നും ഞാൻ അവഗണിച്ചുകൊണ്ടല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മളിപ്പോൾ എന്തിനാ എൻ്റെ പ്രിയപ്പെട്ട മലയോറ്റൂർ പോണത്? അവിടെ ദൈവ സാന്നിധ്യം കൂടുതലുണ്ട്. നമ്മളെന്താ വേളാങ്കണ്ണിക്ക് പോകുന്നത് അല്ലേ. അപ്പം അതുകൊണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ ദൈവ സാന്നിധ്യം കൂടുതലുണ്ട്. അതിനകത്തൊരു നമ്മൾ ചില തീർത്ഥാടനങ്ങൾ നടത്തുന്നു അല്ലേ. അങ്ങനെയൊക്കെ ചില സംഗതികളുണ്ട്. എല്ലാവരും ബാലൻസ് ചെയ്ത് പറഞ്ഞ് മനസ്സിലാക്കി, അല്ലെങ്കിൽ ഒരു 100 ക്വസ്റ്റ്യൻ വരുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് അതൊക്കെ പറയുന്നത്. എൻ്റെ കഷ്ടപ്പാട് നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ സഹോദരങ്ങൾ. എന്നാലും സാരമില്ല, നിങ്ങളുടെ സ്നേഹമാണ് കേട്ടോ. എന്നാൽ പിന്നെ ഈശോ അനുഗ്രഹിക്കട്ടെ. സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. കർത്താവായ ദൈവമേ, ഇപ്പൊ നന്നായിട്ട് കാറ്റൊക്കെ വീശിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് കർത്താവ് ഒരു പ്രത്യേകം ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിച്ചു. ഇതുപോലെ പരിശുദ്ധാത്മാവാകുന്ന കാറ്റ്, റൂഹായാകുന്ന കാറ്റ് ഇവർ ഓരോരുത്തരും വീശട്ടെ എന്ന് പ്രാർത്ഥിക്കുക.
കർത്താവിന്റെ അത്ഭുതകരമായ ഒരു അഭിഷേകത്തിന് നിറവുണ്ടാകട്ടെ കർത്താവ്. വരുന്നവർക്ക് ഈശോയെ കൊടുക്കാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇവരിൽ ഇപ്പോൾ ഉജ്ജ്വലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവായ ദൈവമേ, ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന അഡിനോയിഡ് രോഗത്താൽ ക്ലേശിക്കുന്ന കുട്ടികളും മുതിർന്നവരും ഓരോരുത്തരും പ്രത്യേകം ആശീർവദിക്കുക കർത്താവ്. യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ, യേശുവിന്റെ വചനത്തിന്റെ ശക്തിയാൽ, യേശുവിന്റെ കുരിശിന്റെ അടയാളത്തിന്റെ ശക്തിയാൽ. ലൂക്ക 9:1-2, ലൂക്ക 6:19, റോമ 16:20, മത്തായി 18:18 ഇങ്ങനത്തെ വചനത്തിന്റെ അത്ഭുതകരമായ ശക്തിയാൽ രോഗപീഠകളെ ശാസിച്ച് ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്റെ ഉള്ളിൽ ഞാട്ടി പായിക്കുന്നു. അത്ഭുതകരമായ സൗഖ്യം വിട്ടുതരം പ്രാപിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.